ദൈവനാമം മഹത്വപ്പെടട്ടെ. കൊലോസ്യയിലെ സഭാവിശ്വാസികൾ പ്രായോഗിക തലത്തിൽ ആത്മീക പരിജ്ഞാനത്തിൽ വളരുവാനുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ പ്രാർത്ഥനയാണ് കൊലോസ്യ ലേഖനം 1:11 കൊടുത്തിരിക്കുന്ന സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്ന പ്രാർത്ഥന. ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളിലും പരിശോധനകളിലും സഹിഷ്ണുതയോടും ദീർഘക്ഷമയോടും കൂടി നേരിടുവാനുള്ള ആന്തരിക ശക്തി നൽകുന്നത് ദൈവമാണ്. ഇത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, മറിച്ച് അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം, അതായത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിലാണ് നാം ബലപ്പെടേണ്ടത്. ഈ വചനഭാഗം എഴുതിയപ്പോൾ ഗ്രീക്കിൽ ഉപയോഗിച്ച വാക്ക് സൃഷ്ടിയിൽ ഉൾപ്പെട്ടവയ്ക്ക് അവയുടെ ചലനാത്മകതയിൽ ആർജിച്ചെടുത്ത ശക്തിക്കും എന്നർത്ഥത്തിൽ ഡുനാമിസു എന്നും, ദൈവശക്തിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദമായ ക്രാറ്റോസ് എന്നുമാണ് ഉപയോഗിച്ചത്. എന്നാൽ അപ്പോസ്തോലൻ ഇവിടെ സൃഷ്ടിക്ക് അതതിൻ്റെ സ്വഭാവേനയുള്ള ശക്തിക്കും എന്നർത്ഥം വരുന്ന ഈസ് ഹിസ് എന്ന വാക്ക് ഉപയോഗിച്ചില്ല. കാരണം സ്വയശക്തിയിലല്ല, ദൈവമഹത്വത്തിൻ്റെ ശക്തിക്കനുസൃതമായി സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും വേണ്ടി ശക്തീകരണം പ്രാപിക്കുവാനാണ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്. ഇത്തരം പ്രാർത്ഥനാ രീതി സമർപ്പണത്തിൻ്റേതാണ്. അത് നാമും അനുവർത്തിക്കണം. കൊലോസ്യർ 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നുവെന്ന് പറയുന്നു. പ്രകാശത്തിൽ വസിക്കുന്ന പ്രകാശമായ ദൈവം നമുക്ക് പാപമോചനം തന്ന് നമ്മെ പുത്രൻ്റെ രാജ്യത്തിൽ അവൻ്റെ പ്രകാശത്തിന് കീഴിലാക്കി വച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8:12. ദൈവത്തിൻ്റെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകാശവലയത്തിന് ദൈവമഹത്വം എന്ന് പറയുന്നു. ദൈവിക നന്മയുടെ ശക്തിയായി ഇതിനെ വിശേഷിപ്പിക്കാം. കൃപാസനത്തിന് മുകളിൽ ശോഭിച്ചിരുന്ന പ്രകാശം ഈ ദൈവിക തേജസ്സിൻ്റെ ആവിഷ്കാരണമായിരുന്നുവെന്ന് റോമർ 9:4. ഇപ്രകാരം ദൈവം സ്വയം വെളിപ്പെടുത്തി തരുന്ന വെളിപ്പാടാണ് നമ്മുടെ ശ്രേഷ്ഠശക്തിയുടെയും കഴിവുകളുടെയും ഉറവിടം. ഈ വെളിപ്പാടിൻ്റെ ശക്തി നമുക്ക് കഷ്ടങ്ങളിൽ ഭീരുക്കളാകാതെ, സഹനശക്തിയും കർമ്മമേഖലകളിൽ നമുക്കെതിരെ ഉണ്ടാകുന്ന ദൂഷണങ്ങളോടുള്ള കോപവും പ്രതികാര മനോഭാവവും തോന്നാതെ ദീർഘമായി ക്ഷമിക്കുവാനുള്ള ശക്തിയും പകർന്നു തരുന്നു. പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ പ്രകാശ തേജസ്സിൻ്റെ ആസ്വാദനം ദൈവസംസർഗത്തിൽ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും നോമ്പിലും കൂടി നേടിയെടുക്കുമ്പോൾ ഈ ആന്തരിക ബലപ്പെടൽ നമുക്ക് ലഭിക്കും. ഇത് പരാതിപ്പെട്ടുകൊണ്ടോ മറ്റു രക്ഷാമാർഗമില്ലാത്തതിനാൽ സ്വന്തം അവസ്ഥയെ ശപിച്ചുകൊണ്ടോ ഉള്ള സഹനവും ക്ഷമയുമല്ല. പ്രത്യുത ദൈവിക തേജസ്സിൻ്റെ വലയത്തിൽ ഉൾപ്പെട്ട ശക്തിപ്പെടലിൽ നിന്ന് സന്തോഷത്തോടെയുള്ള സഹിഷ്ണുതയും ദീർഘക്ഷമയുമാണ്. വ്യക്തിജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും ഇത് നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ കുടുംബവും കുടുംബജീവിതവും, ഇടവകയും ഭരണവും, സഭയും പ്രേക്ഷിതവൃത്തിയും, സമൂഹവും വ്യാപാരങ്ങളും ദൈവികവും പ്രശ്നരഹിതവുമാകും. ഇതിനായി ദൈവം തമ്പുരാൻ നമ്മെ എടുത്തുപയോഗിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.